ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ നെൻസ്റ്റ് ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ്. നെൻസ്റ്റ് ഇക്വേഷൻ ഫോർ എ സിംഗിൾ ഇലക്ട്രോഡ് എഴുതാൻ, ഒരു സിംഗിൾ റിയാക്ഷൻ്റെ നെൻസ്റ്റ് ഇക്വേഷൻ എഴുതാനും അതുപോലെ സെല്ലിൻ്റെ നെൻസ്റ്റ് ഇക്വേഷൻ എഴുതാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഇക്വേഷൻസ് പഠിച്ചു. നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് ബോർഡിൻ്റെ സൈഡിലേക്ക് ഒന്ന് എഴുതാം. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ നെൻസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? സിംഗിൾ ഇലക്ട്രോഡ് E Mn plus slash M is equal to E0 Mn plus slash M minus സ്പേസ് സോറി. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആ റിയാക്ഷനുകളൊന്നും എഴുതിയത് എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ ഈസ് എം. ഈ റിയാക്ഷൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇങ്ങനെ എഴുതി ഇ എം എൻ പ്ലസ് സ്ലാഷ് എം ഈസ് ഈക്വൽ ടു E0 Mn plus slash M minus 0.0591 by N log molar concentration of M. Molar concentration of M, അതായത് മെറ്റൽ അയോണിന്റെ മോളാർ കോൺസെൻട്രേഷൻ 1 ആണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി പറയുന്നത് 1 by molar concentration of Mn plus. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു 2 റിയാക്ഷൻസ്, 2 എക്സാമ്പിൾ എഴുതി അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഒരു എക്സാമ്പിൾ തരാൻ പോകാം. ഫസ്റ്റ് എക്സാമ്പിൾ Zn 2 plus plus 2 electron gives Zn. എങ്ങനെയായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതുന്നത്? അപ്പോൾ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു സെല്ലാണോ അതോ സിംഗിൾ ഇലക്ട്രോഡാണോ? സിംഗിൾ ഇലക്ട്രോഡ്, ഒരാളെ ഉള്ളൂ, ഒരു ഇലക്ട്രോഡേ ഉള്ളൂ. സിങ്കിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നത്. 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ തന്നെ 2 ഡിഫറൻറ്റ് കോൺസെൻട്രേഷനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അതൊരു സെല്ലായി. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഓക്കെ, പറഞ്ഞു. Mn പ്ലസ് സ്ലാഷ് M എന്നാണ്. Mn പ്ലസ് എന്ന് പറഞ്ഞാൽ Zn2 പ്ലസ്, M എന്ന് പറഞ്ഞാൽ Zn. പിന്നെ പറയാൻ പാടില്ല, പറഞ്ഞു Zn2 പ്ലസ് സ്ലാഷ് Zn ഈസ് ഈക്വൽ ടു E0 Zn2 plus slash Zn minus 0.0591 by N. N എത്ര കാണാൻ അറിയുന്നതുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി എഴുതി തരാം. N2 ആണ്. 2 log 1 by Mn പ്ലസിന്റെ കോൺസെൻട്രേഷൻ. Mn പ്ലസ് എന്ന് പറയുമ്പോൾ അത് Zn2 പ്ലസ്. ഓക്കെ, അവിടൊന്നുമില്ല. അപ്പോൾ ഏത് ഇലക്ട്രോഡ് വന്നാലും അതിൻ്റെ സിംഗിൾ ഇലക്ട്രോണിൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ അറിയാമല്ലോ. ഏത് ഇലക്ട്രോഡ് വന്നാലും ഇതുപോലെ ഏത് റിയാക്ഷൻ കണ്ടാലും, റിയാക്ഷൻ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ആ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയാലും ഒരാൾ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ തരാൻ പോവാം. Al3 പ്ലസ് സ്ലാഷ് Al. ഇത് കണ്ടാൽ തന്നെ അറിയാം, Al3 പ്ലസ് Al ആയിട്ട് മാറണമെങ്കിൽ Zn2 പ്ലസ് Zn ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. അപ്പോൾ Al3 പ്ലസ് Al ആയിട്ട് മാറണമെങ്കിൽ 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. ഇങ്ങനെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതുന്നത്. Al3 plus slash A is equal to E0 Al3 plus slash Al minus 0.0591 by എത്ര? അതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, 2 plus N plus. അപ്പോൾ ഇവിടെ 3 plus ആണ്, അപ്പോൾ ഇവിടെ 3 log 1 by molar concentration of Al3 plus. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ എ സിംഗിൾ ഇലക്ട്രോഡ് എന്നുള്ളത് ഇന്നിപ്പോൾ ബോർഡിൽ 2 എക്സാമ്പിളും കൂടി എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയില്ല? ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഫർദർ ഇലക്ട്രോഡ്സ് വരുമ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക, ട്രൈ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ എ സെല്ലിലേക്ക് പോകാം. എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെല്ലിൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ? ഒരു സെൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെല്ല് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഫസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതുപോലൊരു സെല്ല് പഠിച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച സെൽ. പേരെന്ന് ഡാനിയൽ സെൽ എന്നൊക്കെ പറഞ്ഞു. സിങ്ക് കോപ്പർ സെല്ലിന്റെ ലാസ്റ്റ് ഇക്വേഷൻ ആണ് എഴുതിയത്. ഓക്കെ, അതിൽ സിങ്ക് സോളിഡ് സ്റ്റേറ്റിലാണ്, അയോൺസ് ആകുമ്പോൾ അത് എക്കും അക്വസ് സ്റ്റേറ്റിലായിരിക്കും.
AQ aqueous സ്റ്റേറ്റിലായിരിക്കും, ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇക്വേഷൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതിനകത്ത് സിങ്കും ഉണ്ട് കോപ്പറും. അപ്പോൾ ഇതിൽ സിംഗിൾ ഇലക്ട്രോൺ ആണോ അതോ ഒരു സെല്ലാണ്? സെല്ലാണ്, സംശയമില്ലാതെ പറയാം, ഒരു സെല്ലാണ്. ആ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതി നോക്കാം. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ ജനറൽ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പോകാം. ജനറൽ ഇക്വേഷൻ E cell is equal to E0 cell minus 0.0591 by n log molar concentration of product by molar concentration of reactant. ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വാല്യൂ കൊടുക്കാൻ പോകും. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇവിടെ സെല്ല് ആണ്, രണ്ടുപേരുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ഇവിടെ പേര് നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ സെല്ല് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എഴുതാൻ നോക്കണം, ഇവിടെ മാറ്റമൊന്നുമില്ല. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 by n. 0.0591 by n ആണ്. ആ n നമ്മൾ നോക്കണം. ഇപ്പം നമ്മൾ n നോക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഇതിനൊരു സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം. ഞാൻ സിംഗിളിൽ നിന്ന് സിംഗിളിലേക്ക് തന്നെ വരച്ചു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ റിയാക്ഷൻ മനസ്സിൽ നിന്ന് ചിന്തിക്കാം. Zn എന്ന് പറയുന്ന ആൾ Zn 2+ ആയിട്ട് മാറി. അപ്പോൾ ചുമ്മാ ഞാൻ എഴുതി നോക്കുകയാണെങ്കിൽ Zn എന്ന് പറയുന്ന ആൾ Zn 2+ ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യണം. ഓക്കെ, അടുത്ത അടിയിൽ താഴെ കൂടെ നമ്മളൊരു പാർട്ട് വരച്ചു. Cu2+ എന്ന് പറയുന്ന ആൾ Cu ആയിട്ട് മാറും. അപ്പോൾ Cu2+ എന്ന് പറയുന്ന ആൾ Cu ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോണിന്റെ ഗെയിൻ ചെയ്യണം. നോക്കിയപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസിലും ഇലക്ട്രോൺസിന്റെ എണ്ണം കോമൺ ആണ്. അങ്ങനെ കോമൺ എണ്ണം വന്നുകൊണ്ട് ആ നമ്പർ ആയിരിക്കും നമ്മളിവിടെ എഴുതാൻ പോകുന്നത് 2. അപ്പോൾ ഈ സാധനത്തിനാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇനി അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ ചെറിയ വ്യത്യാസം വരും. ആ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് പറഞ്ഞുതരാം. അപ്പോൾ എന്നിന്റെ വാല്യൂ എപ്പോൾ കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഓരോ റിയാക്ഷൻസിനെയും നമ്മൾ സിംഗിൾ ആയിട്ടൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കണം. Zn എന്തായിട്ട് മാറി? Zn 2+ ആയിട്ട് മാറി. 2+ ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യണം. ഓക്കെ, Cu2+ എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. Cu2+ Cu ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കൽ വാങ്ങൽ, റിലീസ് നടത്തിയിരിക്കുന്നതും ഗെയിൻ ചെയ്തിരിക്കുന്നതും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ആ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആ 2 എന്നുള്ള നമ്പർ അവിടെ എഴുതിയാൽ. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് നെക്സ്റ്റ് എക്സാമിൽ നമുക്ക് നോക്കാം. ബാക്കിയിലേക്ക് പോകാം. ലോഗ് ഇനിയിപ്പോൾ ഇത് വേണ്ടല്ലോ, എന്താ പറയുക, ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ആരൊക്കെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്? അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആൾക്കാരായിരിക്കും പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ എഴുതാൻ പോവാം. Zn2+ C, 2 പ്രോഡക്റ്റ് ഉണ്ട്. റിയാക്റ്റന്റ് 2 പേരുണ്ട്, അവരുടെ മോളാർ കോൺസെൻട്രേഷൻ എഴുതാൻ പോവാം. കണ്ടോ? അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കുന്നതായിരിക്കും, സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത ആളുടെ മോളാർ കോൺസെൻട്രേഷൻ 1 ആയിട്ടാണ് എടുക്കുന്നത്. ശരിയാണ്, ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cu = 1 ആണ്. അതുപോലെ താഴെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn = 1 ആണ്. അപ്പോൾ ഈ രണ്ട് ടൈമും 1 ആയിട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് റിറൈറ്റ് ചെയ്യാം? E cell is equal to E0 cell minus 0.0591 by 2 log molar concentration of Zn2+ divided by molar concentration of Cu2+. ഇതാണ് വേഗം എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഒരു സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ എല്ലാവർക്കും മനസ്സിലായി? നെക്സ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സെല്ല് നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ആ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ ഇതാണ് കോമൺ ജനറൽ ഇക്വേഷൻ. ഈ സെൽ ഈസ് ഈക്വൽ ടു, എന്താണ് ഈ സെൽ? സെല്ലിന്റെ പൊട്ടൻഷ്യൽ. സെല്ലിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്, ആ സെല്ലിൽ നിന്ന് എത്ര പൊട്ടൻഷ്യൽ കിട്ടും? അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് E0 സെൽ? 0 മീൻസ് സ്റ്റാൻഡേർഡ് എന്നാണ്. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഈ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 0.0591 by n log molar concentration of product divided by molar concentration of reactant. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, സാറേ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എവിടെ നിന്ന് കിട്ടുമെന്ന്. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കിട്ടുന്ന ഇക്വേഷൻ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്.
E cell is equal നമുക്ക് E0 cell ഉണ്ടാക്കാം. E0 cell is equal to E0 cathode minus E0 anode. Equation നമുക്ക് E0 cell. അപ്പോൾ ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ആണ് എഴുതിയത്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ വേരിയേഷൻ വരുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. കോപ്പറിന്റെ ഇക്വേഷൻ അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ജനറൽ ഇക്വേഷൻ മാത്രം ഇറേസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പുതിയൊരു സെൽ എഴുതാൻ പോവാണ്. അലൂമിനിയം Al പ്ലസ് Ag പ്ലസ് is Al3 plus plus Ag. അപ്പോൾ ഇക്വേഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. എല്ലാവർക്കും അറിയാം. അത് മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി എഴുതിയാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ബാലൻസ്ഡ് ആക്കാത്തതെന്ന് പറയാം. AQ plus solid. അപ്പോൾ ഈ ഇക്വേഷന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഈ ഇക്വേഷന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോകണം. അങ്ങനെ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പം ഇത് രണ്ടും കൂടെ കിടക്കട്ടെ. ഇത് രണ്ടും ഇവിടെ നമുക്ക് കമ്പാരിസൺ വേണ്ടിയിട്ടേക്കാണ്. റിയാക്ഷൻ ഈ ഇക്വേഷന്റെ നെക്സ്റ്റ് ഇക്വേഷൻ ആണ് ഈ ബോക്സിൽ കിടക്കുന്നത്. അത് രണ്ടും കൂടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. അലൂമിനിയവും സിൽവറും തമ്മിലുണ്ടായ ഒരു സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോകും. അപ്പോൾ എഴുതാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അലൂമിനിയം എങ്ങനെയാണ് Al3+ ആയിട്ട് മാറിയത്? ആർക്കെങ്കിലും പറയാം എങ്ങനെ മാറി? അലൂമിനിയം എന്ന് പറയുന്ന 3 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തപ്പോഴാണ് Al3+ ആയിട്ട് മാറുന്നത്. എവിടെയൊന്നുമില്ലല്ലോ, ഇല്ല. Ag+ എങ്ങനെയായിരിക്കും Ag ആയിട്ട് മാറി? Cu2+ Cu ആയിട്ട് മാറിയത് 2 ഇലക്ട്രോണിനെ വേടിച്ചിട്ടാണ്. അപ്പൊ Ag1+ Ag ആയിട്ട് മാറുമ്പോൾ 1 ഇലക്ട്രോണിനെ വേടി. അപ്പൊ Ag1++ 1 ഇലക്ട്രോൺ gives Ag. ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന സമയം നോക്കണം, റിഡക്ഷൻ ഇലക്ട്രോണിനെ വേടിക്കുന്ന റിയാക്ഷൻ നോക്കണം. മേൽ എഴുതിയിരിക്കുന്ന ഓക്സിഡേഷൻ, താഴെ എഴുതിയിരിക്കുന്ന റിഡക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഓക്സിഡേഷനിൽ 3 ഇലക്ട്രോണും റിഡക്ഷനിൽ 1 ഇലക്ട്രോൺ. നമുക്ക് ആകെ എഴുതാൻ പറ്റിയത് ഇവിടെ ഒരു സംഖ്യ മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പൊ ഇവിടെ 2 സംഖ്യകളാണ് വന്നേക്കുന്നത്, 3 ഇലക്ട്രോണും 1 ഇലക്ട്രോണും. അപ്പൊ ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ, ആ റിഡോക്സ് ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 3 ഇലക്ട്രോൺ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം വരും നോക്കണേ. ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സ്പേസ് ഇല്ലാതെ നമ്മൾ ഇങ്ങോട്ട് എഴുതാൻ പോവാണ്. ഇങ്ങോട്ട് എഴുതാം. 3 Ag++ 3 ഇലക്ട്രോൺ gives 3 Ag എന്നാണ്. കണ്ടോ? അപ്പൊ അത് മാത്രം നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. അത് മാത്രം നമ്മളൊന്ന് എഴുതാൻ പോവാണ്. ഇക്വേഷൻ എങ്ങനെ വന്നു? Al gives Al3++ 3 ഇലക്ട്രോൺ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ Ag++ 1 ഇലക്ട്രോൺ gives Ag ഇതായിരുന്നു ഇക്വേഷൻ. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 Ag++ 3 ഇലക്ട്രോൺ gives 3 Ag എന്നാണ്. കേട്ടോ? ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഞാൻ ഇപ്പൊ വന്ന ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. ഇപ്പൊ വന്ന ഇക്വേഷൻ, ഈ ബാലൻസ് ചെയ്ത ഇക്വേഷൻ ഇതിനകത്തേക്ക് എഴുതാൻ പോകണം. നോക്കണം, ഒരു കാര്യം തൽക്കാലത്തേക്ക് ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് ഇറേസ് ചെയ്തിട്ട് കമ്പാരിസന് വേണ്ടി താഴോട്ട് മാറ്റി വരച്ചു. കമ്പാരിസന് വേണ്ടി ആ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പൊ നമ്മൾ ഈ ബാലൻസ് ചെയ്ത ഇക്വേഷൻ ഇക്വേഷൻ ബാലൻസ് എഴുതാൻ പോവാണ്. Al+3 Ag+ gives Al3++ 3 Ag. അപ്പൊ ഇതാണ് ഇക്വേഷന്റെ ബാലൻസ്ഡ് ഫോം. സോളിഡ് സ്റ്റേറ്റ്, അക്വസ് സ്റ്റേറ്റ്, സോളിഡ്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോവാം. ശ്രദ്ധിച്ചോണം, എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കണം. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 by n. എന്നെത്ര? എന്നിലേക്ക് സംശയമുണ്ടോ? രണ്ട് ഒരേ സംഖ്യയാണ്. 3 ലോഗ് പോളാർ കോൺസെൻട്രേഷൻ ഓഫ്, എന്താണ് നമ്മൾ മേലെ എഴുതുന്നത്? ശ്രദ്ധിച്ചോണം. പോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അറിയില്ല. 2 പ്രോഡക്റ്റ് ഉണ്ട്, Al3+ ഉണ്ട്, Ag ഉണ്ട്. ഇപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Al3+ എഴുതി,
Al3 plus into molar concentration of Ag the whole raised to 3. നമ്മൾ കഴിഞ്ഞ വർഷം +1 ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ, അതായത് മോളാർ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ ഒരു സ്പീഷീസിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഖ്യ, അതായത് ഒരാളുടെ മുമ്പിൽ എഴുതുന്ന നമ്പർ മോളാർ കോൺസെൻട്രേഷന്റെ മേളിൽ പവർ ആയിട്ടാണ് എഴുതുന്നത്. ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ molar concentration of A raised to A into molar concentration of B raised to B. അപ്പം കുറേ ഗ്യാപ്പ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ മറന്നു പോയിട്ടുണ്ടാവും. +1 ടെക്സ്റ്റ് വീട്ടിലുണ്ടല്ലോ, ബുക്കൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക, എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയപ്പോൾ സംഖ്യകൾ എഴുതിയത്. എല്ലാവർക്കും അറിയാം, കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സംഖ്യ, ഫ്രണ്ടിൽ വരുന്ന സംഖ്യ എഴുതുമ്പോൾ പവറായി കാണുമ്പോൾ, അപ്പോൾ അടിയിൽ എങ്ങനെ വരും? ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സംഖ്യ എങ്ങനെ വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു molar concentration of Ag plus the whole raised to 3. Ag plus ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, ആ 3 മേളിൽ പവർ ആയിട്ട് കണ്ടോ. ഇനി തൊട്ടുമുമ്പേ പറഞ്ഞ കാര്യം മറന്നുപോയില്ലല്ലോ, ഒരു ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത ഒരാളുടെ മോളാർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ Ag എന്നുള്ളതിന്റെ അളവ് എന്തായിരിക്കും? 1 ആവും. 1ന്റെ ക്യൂബ് എത്ര? 1 തന്നെ, വ്യത്യാസമില്ല. ഇവിടെ Al എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ എത്ര ആവും? 1 ആവും. അപ്പോൾ ഈ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫൈനൽ ഇക്വേഷൻ E cell is equal to E0 cell minus 0.0591 by n log molar concentration of Al3 plus divided by molar concentration of Ag plus the whole raised to 3. Ag plus the whole raised to 3. ഇപ്പോൾ ഈ ബോക്സിൽ കിടക്കുന്ന ഇക്വേഷൻസ് രണ്ട് ബോക്സിലെ ഇക്വേഷൻസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലിന്റെ നെറ്റ്സ് ഇക്വേഷനാണ്. ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, സിങ്കിന്റെ കോപ്പറിന്റെ റിയാക്ഷൻ എഴുതിയപ്പോൾ മേളിൽ പവർ ഒന്നും വന്നില്ല. അതിന്റെ മേളിൽ പവർ മേളിൽ റേസ് ടു 3 റേസ് ടു 2 അങ്ങനൊന്നും എഴുതിയില്ല. എന്താ എഴുതാൻ? സിങ്കിന്റെയും കോഎഫിഷ്യന്റ് 1 ആണ്, കോപ്പറിന്റെയും കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെയും കോഎഫിഷ്യന്റ് 1, ഇവിടെയും 1. ആ 1 ആയതുകൊണ്ടാണ് നമ്മൾ എഴുതാൻ. അതേസമയം ഈ ഇക്വേഷനിൽ അലൂമിനിയത്തിന്റെ ഇക്വേഷനിൽ എന്തുകൊണ്ട് കോഎഫിഷ്യന്റ് വന്നു? അലൂമിനിയത്തിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയാൽ സിൽവർ എന്ന് പറയുന്ന ആളുടെ കോഎഫിഷ്യന്റ് 3 ആണ്. സിൽവർ Ag പ്ലസ് അയോണിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഖ്യ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ എവിടെ എഴുതും? പവർ ആയിട്ട്. മനസ്സിലായി? അപ്പോൾ ചോദിക്കും, സാറിന് എങ്ങനെയാണ് ഈ 3 കിട്ടിയത്? എങ്ങനെയാ 3 കിട്ടിയത്? ഈ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഞാനിങ്ങനെ ചെറിയ ഇക്വേഷൻസ് ആക്കി നോക്കി ബാലൻസ് ചെയ്തിട്ടാണ് ഈ ലുക്കിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് തിയറിയാണ്. ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ആ ഫോർമാറ്റ് നിങ്ങൾ പേപ്പറിലേക്ക് എഴുതിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ബോഡി ചെയ്യും. ആ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തപ്പോൾ നിങ്ങൾക്ക് നെറ്റ്സ് ഇക്വേഷൻ എഴുതാൻ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നെറ്റ്സ് ഇക്വേഷൻ്റെ ടോപ്പിക്ക് അടുത്ത സെഷനിലേക്ക് പോവാണ്. എങ്ങനെയാണ് നെറ്റ്സ് ഇക്വേഷൻ്റെ ഫർദർ ആപ്ലിക്കേഷൻസ് എന്ന് പറയാൻ പോവാണ്. അതിന് മുമ്പ് ഒരിക്കൽ കൂടി, എന്താണ് നെറ്റ്സ് ഇക്വേഷൻ? നെറ്റ്സ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിറൈവ് ചെയ്തൊരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൽ പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ, സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, ആ സെല്ലിൻ്റെ കോൺസെൻട്രേഷൻ, ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ സെൽ എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ, E0 സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ, n നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ, then here molar concentration of product by reactant. ഇതൊക്കെ മനസ്സിലായല്ലോ. ചാർജ് ഇല്ലാത്ത രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ 1 ആണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും അടുത്ത സ്റ്റെപ്പിൽ ഇല്ലാതെ. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. ശരി, അപ്പോൾ നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ കൂടി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ്സ് ഇക്വേഷൻ്റെ അടുത്ത രീതിയിൽ ഒരൊറ്റ എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ വേണ്ടി ഞാനിവിടെ ഒരു സെല്ല് എഴുതാം. നിക്കൽ, എല്ലാവർക്കും ഫെമിലിയർ ആണ്. ബാലൻസ് ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യാതെ എഴുതാം. Ag plus gives Ni2 plus Ag. ഇനി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഇവിടെ എഴുതാൻ പോകണം. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ള രീതി ഇവിടെ എഴുതാൻ പോകും. 0.01 മോളാർ. ഓക്കെ,
ഇവിടെ 0.1 മോളാർ. ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഇക്വേഷന്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് നോക്കാം. ഈ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം 2 പീസായിട്ട് ചുമ്മാ ഒന്ന് മനസ്സിൽ ഒന്ന് മുറിച്ച് പോകണം. ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിനൊന്ന് മുറിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോ. അപ്പം ഞാൻ ആദ്യത്തെ പീസ് നിക്കൽ എന്ന് പറയുന്ന പീസ് മാത്രം ചുമ്മാ Ni എന്ന് പറയുന്ന ആൾ മാറി. എന്തായിട്ട് മാറി? Ni2+ ആയിട്ട് മാറി. പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരാളുടെ മേളിൽ പ്ലസ് ഇടണമെങ്കിൽ അയാൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അപ്പൊ നിക്കൽ 2+ ആയിട്ട് മാറിയപ്പോൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. Ag ആയിട്ട് മാറി. Ag+ എന്ന് പറയുന്ന ആൾ Ag ആയിട്ട് മാറി. പ്ലസ് ഉള്ളയാൾ അപ്പുറത്ത് വന്നപ്പോൾ ചാർജ് ഇല്ലാത്ത ആളായിട്ട് മാറണമെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കണം. ഒരു പ്ലസ്സേ ഉള്ളൂ, അപ്പോൾ ഒരു ഇലക്ട്രോണിനെ മേടിച്ചു. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇത്രയും എഴുതാൻ പഠിച്ചല്ലോ. ഏത് ഇക്വേഷൻ തന്നാലും രണ്ടായിട്ട് മുറിച്ച് മനസ്സിൽ ചിന്തിച്ചൂടെ? ഇനി നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, ഫസ്റ്റ് ഹാഫിൽ എത്ര കിട്ടും? ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ തൈര് നിക്കൽ ടു നിക്കൽ എത്ര കിട്ടും? 2. Ag+2 Ag 1. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ സെഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 Ag++ 2 ഇലക്ട്രോൺ ഗീവ്സ് 2 Ag. അപ്പോൾ നോക്കി, ഈ ടിക്ക് മാർക്ക് ഇട്ടേക്കുന്ന ഇക്വേഷൻ ബാലൻസ്ഡ് ആയി നോക്കി. ഇതിലും 2 ഇലക്ട്രോൺ, ഇതിലും 2 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എങ്ങനെ മാറ്റി എഴുതാൻ പറ? ടിക്കൽ കുഴപ്പമില്ല. Ag+ വെറും Ag+ അല്ല, 2 Ag+ ആണ്. അപ്പോൾ ഇത് 2 Ag+ ആണ്. Ni2+ ഒരെണ്ണേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. Ag എന്ന് പറഞ്ഞാൽ 2 Ag. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡെൻസ് ഇക്വേഷൻ എഴുതാം. ഡെൻസ് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? E cell is equal to E0 cell minus 0.0591 by n. n is the number of electrons. ഇവിടെ നമ്മൾ എഴുതിയ ഇക്വേഷൻ എല്ലാവരും കണ്ടാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ആയിരുന്നു? 2 ആണ്. ഓക്കെ, 2 log molar concentration of product. ആരൊക്കെ പ്രോഡക്റ്റ്? നിക്കൽ Ni2+ ഉണ്ട്, 2 Ag ഉണ്ട്. Ni2+ എഴുതി, Ni2+. പിന്നെ ഒന്നുകൂടെ എഴുതുന്നു ചുമ്മാ വെറുതെ ഇരിക്കട്ടെ. Ag the whole raised to 2 divided by molar concentration of reactant. റിയാക്ടന്റിൽ ആദ്യത്തെയാണ് നിക്കൽ, രണ്ടാമത്തെയാണ് Ag+ ആണ്. Ag+ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഖ്യ പവർ ആയിട്ട്. ഓക്കെ, അവിടൊന്നുമില്ല. ഇനി 2 കാര്യങ്ങളാണ് ഇക്വേഷന്റെ പ്രത്യേകത, ശ്രദ്ധിച്ചോ. അതിലൊന്ന് നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചാർജ് ഇല്ലാത്ത ആളുടെ മോളാർ കോൺസെൻട്രേഷൻ 1 ആണ്. അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag = 1 ആയിരിക്കും, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ni = 1 ആയിരിക്കും. ഈ 2 ടൈപ്പും 1 ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, Ni2+ എന്ന് പറയുന്ന ആളുടെ മോളാർ കോൺസെൻട്രേഷൻ. ഇത്രയും നേരം നിങ്ങൾ ഈ ചിഹ്നം മാത്രമേ കണ്ടുള്ളൂ, സംഖ്യ കണ്ടില്ല. ഇതാണ് ആ സംഖ്യ. Ni2+ന്റെ മോളാർ കോൺസെൻട്രേഷൻ താഴെ എഴുതിയിട്ടുണ്ട്, 0.1 ആണ്. 0.1 മോളാർ ആണ്. മൊളാരിറ്റി എപ്പോഴും കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ്. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റും അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഇത്രയും ടേംസിന് പകരം, ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ni2+ന് പകരം നമുക്ക് 0.1 ഇവിടെ എഴുതാം. ഇവിടെ Ag+ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ എന്ന ടേമിന് പകരം 0.01 എന്നുള്ളത് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ 2 മാറ്റങ്ങളാണ്. ഇത് രണ്ടുപേരും യൂണിറ്റ് ചാർജ് ഇല്ലാത്ത ആളായിട്ട് 1 ആയി. ഈ 2 എക്സ്പ്രഷന് പകരവും അവരുടെ സംഖ്യ, അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഖ്യ നമ്മളിവിടെ എഴുതാൻ പോകും. അപ്പോൾ എന്ത് വ്യത്യാസം വരും? E cell is equal to E0 cell minus 0.0591 by 2 log, ഈ ടേമിന് പകരം നമുക്ക് എഴുതാം 0.1 by Ag+ പകരം എഴുതാം 0.01 മാത്രം പോരാ, raised to 2. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ എഴുതാൻ പഠിച്ചല്ലോ. ഒരു പടി കൂടി നമ്മൾ മുമ്പിൽ എന്താ കോൺസെൻട്രേഷൻ വരുന്ന സംഖ്യ കൂടി നമുക്കിവിടെ കൊടുക്കാൻ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ അതുകൂടെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് നമുക്ക് ഏത് സെല്ലിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കും, അപ്പോൾ ഇതിന്റെ ഫർദർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സെല്ലിൻ്റെ കോൺസെൻട്രേഷൻ വരയ്ക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും കൂടെ ചേർത്ത് ഒരു 2-3 ഹോംവർക്ക് നാളെ തരികയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് പേപ്പറിലും എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ സംശയം ഉണ്ടെങ്കിൽ ഈ ക്ലാസ് മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാക്കിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഹോംവർക്ക് ഇതായിരുന്നു. റൈറ്റ് ദി നെക്സ്റ്റ് ഇക്വേഷൻ for the following electrode. Electrodes. The first one, നമ്മൾ എഴുതാത്ത ഇലക്ട്രോഡ് എഴുതാനായിരിക്കുമല്ലോ നല്ലത്. CR ക്രോമിയം Cr3+/Cr. ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാം. രണ്ടാമത് then Mg2+/Mg. ഇത് രണ്ടിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാം. മൂന്നാമത്തെ ഹോംവർക്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മൂന്നാമത്തെ ഹോംവർക്ക് ഇതായിരുന്നു. Pb2+/P. ഇതാണ് പ്രത്യേകതയുണ്ട്. Pb2+ന്റെ കോൺസെൻട്രേഷൻ കൂടി തന്നേക്കാം. 0.1 മോളാർ. 0.1 ആണ് വായിക്കാൻ. 0.1 മോളാർ എമ്മാണ് എഴുതിയിരിക്കുന്നത്. 0.1 മോളാർ. അപ്പോഴത്തേക്കും ഇതെങ്ങനെ എഴുതേണ്ടതല്ലേ? ഇതെങ്ങനെ എഴുതേണ്ടത്? ഇതൊരു സെല്ലാണോ സിംഗിൾ ഇലക്ട്രോഡ് ആണോ? സിംഗിൾ ഇലക്ട്രോഡ്. അപ്പോൾ സിംഗിൾ ഇലക്ട്രോഡിന്റെ റിയാക്ഷൻ എങ്ങനെ എഴുതണമെന്ന് നോക്കുക, അതനുസരിച്ച് എഴുതുക. അപ്പോൾ ഈ ഹോംവർക്ക് നോട്ട് ചെയ്തല്ലോ? നോട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഹോംവർക്ക് കൂടി. ഇത് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഫോളോയിങ് ഇലക്ട്രോഡ് എന്ന് റൈസ് ചെയ്തിട്ട് ഫോളോയിങ് സെൽ എന്താ? ഫോളോയിങ് സെൽ. ഒന്നാമത്തെ സെൽ നോർമൽ ഒരു സെൽ ആയിക്കോട്ടെ. Magnesium plus Zn2 plus gives Mg2+ Zn. Solid, aqueous, solid. Second, aluminium plus silver gives Al3++ Ag. ഇക്വേഷൻ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ആക്കി എഴുതാവും. അതിനുവേണ്ടിയാണ് ഇക്വേഷൻ, എക്സർസൈസിന് വേണ്ടി, പ്രാക്ടീസിന് വേണ്ടിയാണ് ഇക്വേഷൻ ഇങ്ങനെ തന്നേക്കുന്നത്. ഓക്കെ, സ്വന്തമായിട്ട് ബാലൻസ് ചെയ്ത് തന്നെ ഇക്വേഷൻ കൂടി. കാൽഷ്യം പ്ലസ് കോപ്പർ. ഇതാണ് കോപ്പറിന്റെ കോൺസെൻട്രേഷൻ കൂടി തരാം. is Ca2++ C 0.1 ആണ്. ഇത് കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഈ വാല്യൂ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യൂ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കും. അപ്പോൾ ഈ 3-6 ഹോംവർക്കാണ് നിങ്ങൾ ചെയ്ത് വെക്കേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ കണക്കും അതിൻ്റെ മറ്റ് ആപ്ലിക്കേഷനും കൂടി വരുമ്പോൾ അത് ക്ലിയർ ആകും. ഓക്കെ, താങ്ക് യു.